ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്കാലപ്പ് ചെയ്യാനുള്ള ഒരു സ്റ്റെൻസിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇതുപോലെ നമ്മളൊരു സ്റ്റെൻസിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സിലും സ്കാലപ്പ് ചെയ്യാനായിട്ട് അത് വരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. കട്ടി കൂടിയ ഏതെങ്കിലും ഒരു മെറ്റീരിയലിലാണ് സ്കാലപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റെൻസിൽ ഉണ്ടാക്കേണ്ടത്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാട്ടൺ ബോക്സിൻ്റെ ഒരു പീസിലാണ്. ഇങ്ങനെ കട്ടി കൂടിയ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കത് കുറേ നാൾ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പേപ്പറിൽ അതിൻ്റെ മെഷർമെൻറ്റ് അളന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 1.5 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു സ്കാലപ്പിൻ്റെ ലെങ്ത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പേപ്പറിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക, എന്നിട്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിൽ സ്കാലപ്പിൻ്റെ ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വേണമെങ്കിൽ വരക്കാം. അതിലും നല്ലത് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം എടുത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ടത് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ തുണി മുറിക്കുന്ന കത്രിക ഒരിക്കലും ഇതുപോലെ പേപ്പർ മുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചാൽ കത്രികയുടെ മൂർച്ച പോവും. ഇത് നമ്മൾ ഈ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി അതല്ല, നമ്മൾ ഫ്രീ ഹാൻഡായിട്ടാണ് ഈ ഒരു കർവ് വരക്കുന്നതെങ്കിൽ നമ്മൾ പേപ്പറൊന്ന് മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കയറി ഇറങ്ങിപ്പോവും. ഇതുപോലെ വരച്ചേക്കുന്നത് കാരണം എനിക്ക് നേരിട്ട് തന്നെ ഈ വരയിലൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പ് കട്ടി കൂടിയ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കാർട്ടൺ ബോക്സിൻ്റെ പീസിലോ വരച്ചെടുക്കാം. ഞാൻ കാർട്ടൺ ബോക്സിൻ്റെ ഒരു പീസാണ് എടുത്തേക്കുന്നത്. ആ ഒരു പേപ്പറിലും ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പ് നമുക്കതിൽ കറക്റ്റായിട്ട് ആ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ തന്നെ ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു വലിയ സ്കെയിലിൻ്റെ വലിപ്പത്തിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലും കൂടുതൽ വേണ്ടി വരില്ലായിരിക്കും. നമുക്ക് ആ ഒരു അളവിൽ തന്നെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പും നമുക്ക് കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കാം. ഇത് മുറിക്കാനും സാധാരണ ഒരു സിസേഴ്സ് എടുത്താൽ മതിയാവും. ഇതുപോലെ നമ്മൾ കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് മുറിക്കാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ മുറിച്ച് കൊടുത്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ലൊരു സ്റ്റെൻസിൽ കിട്ടും. ഇങ്ങനെ ഒരു സ്റ്റെൻസിലാവുമ്പോൾ നമുക്ക് എപ്പോഴും പിന്നീടായാലും നമുക്കത് ഉപയോഗിക്കാം.